അവൻ ഭയങ്കര സൈലൻ്റ് ആട്ടോ. അവൾക്കധികം കൂട്ടുകാരൊന്നുമില്ലേ? എന്തെങ്കിലും ഉണ്ടായിരിക്കുന്നത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? സ്കൂളിലെ പാരൻസ് മീറ്റിങ്ങിലായാലും ബന്ധു വീട്ടിൽ പോയാലും ഒരു കല്യാണ വീട്ടിലൊക്കെ പോയാൽ നമ്മൾ പലരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കേട്ടുള്ള ചോദ്യങ്ങളാണിത്. നമ്മുടെ നാട്ടിലെ ക്ലാസ് മുറികളിൽ ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കുന്നവരും തമാശ പറയുന്നവരുമാണ് എപ്പോഴും ആക്റ്റീവായി അറിയപ്പെടുന്നത്. എന്നാൽ അതേ ക്ലാസ്സിൻ്റെ ഒരു മൂലയിൽ ജനലിലൂടെ പുറത്തേക്ക് നോക്കി സ്വന്തം ചിന്തകളിൽ മുഴുകിയിരിക്കുന്ന ആ കുട്ടി, അവനെ അല്ലെങ്കിൽ അവളെ പലപ്പോഴും ഒരു പ്രശ്നമായിട്ടാണ് എല്ലാവരും കാണുന്നത്, അല്ലേ? അതുപോലെ തന്നെ ഒരു കല്യാണത്തിനൊക്കെ പോയാൽ പാരൻസ് പറയും, അല്ലെങ്കിൽ ബന്ധുക്കൾ പറയും, നീ എന്തിനെങ്ങനെ സൈലൻ്റായി നിൽക്കുന്നത്? നിന്റെ പോലെയല്ലേ മറ്റേ കുട്ടികളൊക്കെ, ഓരോടൊക്കെ പോയി സംസാരിച്ചോട് നിനക്ക് എന്ന്. ശരിക്കും മിണ്ടാതിരിക്കുന്നതൊരു കുറവാണോ? സംസാരിക്കുന്നവർക്ക് മാത്രമാണോ ഈ ലോകത്ത് വിലയുള്ളത്? നമ്മളൊക്കെ വളർന്നു വന്നത് തന്നെ ഈ ഒരു ചിന്തയിലാണ്. അധികം സംസാരിക്കാത്തത് ഒരു ബലഹീനതയാണെന്ന് നമ്മൾ വിശ്വസിപ്പിച്ചു. പക്ഷെ സത്യം അതല്ല. മറ്റുള്ളവർക്ക് നിങ്ങൾ കണ്ട ആ കുറവ് സത്യത്തിൽ നിങ്ങളുടെ ഏറ്റവും വലിയൊരു കരുത്താണെങ്കിലോ? ഈ മിണ്ടാതിരിക്കുന്നവരെ അല്ലെങ്കിൽ കുറച്ച് മാത്രം മിണ്ടുന്നവരെ നമ്മൾ ഇൻട്രോവേർട്സ് എന്ന് വിളിക്കുന്നു, അന്തർമുഖർ. ലോകത്ത് പലതരം ഇൻട്രോവേർട്സുകളുണ്ട്. അതിൽ നിങ്ങൾ ഏത് വിഭാഗത്തിലാണെന്ന് തിരിച്ചറിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇതുവരെ കരുതിയൊക്കെ പാടേ മാറും. ഈ വീഡിയോ അവസാനം വരെ കാണുക. കാരണം ഇതിൽ പറയുന്ന ഒരു ടൈപ്പ് നിങ്ങളെക്കുറിച്ചായിരിക്കും. അത് കേൾക്കുമ്പോൾ ഒരുപക്ഷെ നിങ്ങളോടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാട് തന്നെ മാറിയേക്കാം. ആദ്യത്തെ ടൈപ്പ് ആളുകളാണ് സോഷ്യൽ ഇൻട്രോവേർട്ട്. പേര് കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഉണ്ടല്ലേ, ഇൻട്രോവേർട്സ് എങ്ങനെയാണ് സോഷ്യൽ ആകുന്നത് എന്ന്. പക്ഷേ സംഗതി സത്യമാണ്. ഇങ്ങനെയുള്ളവർ ചില സമയത്ത് ഭയങ്കര തമാശക്കാരും വായാടികളൊക്കെ ആയിരിക്കും. പക്ഷേ ഒരു കണ്ടീഷൻ ഉണ്ട്, കൂടെയുള്ളത് അവർക്ക് സെറ്റായ ആളുകളായിരിക്കണം എന്ന് മാത്രം. നമ്മുടെ നാട്ടിലെ സിറ്റുവേഷൻ ആലോചിച്ച് നോക്കൂ. നിങ്ങളൊരു കല്യാണത്തിന് പോകുന്നു. അവിടെയുള്ള കസിൻസിൻ്റെ കൂടെ അല്ലെങ്കിൽ അടുത്ത ഫ്രണ്ട്സിൻ്റെ കൂടെ അടിച്ചു പൊളിക്കുന്നു, ചിരിക്കുന്നു, സെൽഫി എടുക്കുന്നു. പുറമേ നോക്കുന്നവർക്ക് തോന്നും, ഇവൻ എന്താ ആക്റ്റീവാ, അല്ലെങ്കിൽ അവളെന്താ ആക്റ്റീവാ. പക്ഷേ 2-3 മണിക്കൂർ കഴിഞ്ഞാലുണ്ടല്ലോ, പെട്ടെന്ന് നിങ്ങളുടെ ഉള്ളിലെ ഒരു ബാറ്ററിയാണ് തീരും, ഡൗൺ ആവും. പിന്നെ ആകെ ഒരു ആഗ്രഹം കാണും, എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തിയാൽ മതിയായിരുന്നു, ആരുമില്ലാത്തവരിടത്ത് സമാധാനമായിരിക്കണം എന്ന്. ഇതാണ് ഒരു സോഷ്യൽ ഇൻട്രോവേർട്ട്. ഇവർക്ക് ആളുകളൊക്കെ ഇഷ്ടമാണ്, പക്ഷെ അതൊരു ലിമിറ്റഡ് ഡോസിൽ മാത്രം. ഇവർക്ക് വലിയൊരു ഫ്രണ്ട്സിൻ്റെ ഗ്യാങ് ഒന്നും ഉണ്ടാവില്ല. വിശ്വസിക്കാൻ പറ്റുന്ന 1-2 ചങ്ക്സ്. അവരുടെ കൂടെ ഫുൾ ഓൺ ആയിരിക്കും അവർ. പക്ഷേ മറ്റുള്ളവരുടെ മുന്നിൽ ഇവർ പഴയ പോലെ സൈലൻറ്റും പ്രൈവറ്റും ആയിരിക്കും. അടുത്തത് നമ്മുടെ ലിസ്റ്റിലെ 2ാമത്തെ ആളാണ് തിങ്കിങ് ഇൻട്രോവേർട്ട്, ചിന്തിക്കുന്ന ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയാം. ഇങ്ങനെയുള്ളവർ എപ്പോഴും അവരുടെ സ്വന്തം ലോകത്തായിരിക്കും. ഇവർക്ക് ആളുകളെ ഇഷ്ടമില്ലായിട്ടൊന്നുമല്ല കേട്ടോ, പക്ഷേ അവരുടെ ഉള്ളിൽ എപ്പോഴും എന്തെങ്കിലും ഒരു ചിന്ത ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കും. നമ്മുടെ സ്കൂളിലെ ക്ലാസ്സിലെ ആ പഴയ സീനൊന്ന് ആലോചിച്ച് നോക്കിയേ. ജനലിലൂടെ പുറത്തേക്ക് നോക്കി വല്ല പറമ്പിലേക്കോ അല്ലെങ്കിൽ ആകാശത്ത് പറക്കുന്ന പക്ഷികളൊക്കെ നോക്കി ഒരാൾ ഇരിപ്പുണ്ടാകും. ടീച്ചർ വിചാരിക്കും, ഇവരെന്ത് ഇവിടെ നോക്കിയിരിക്കുന്നത് എന്ന്. പക്ഷെ ആ ആൾ അവിടെ വെറുതെ ഇരിക്കുകയല്ല. അവൻ്റെ ഉള്ളിൽ ചിലപ്പം ഒരു വലിയ സിനിമയോ അല്ലെങ്കിൽ വലിയ കഥയോ അല്ലെങ്കിൽ ഒരു അടിപൊളി ഐഡിയ ഒക്കെ ഓടിക്കൊണ്ടിരിക്കുകയായിരിക്കും. അമ്മാതിരി ഭാവനയായിരിക്കും ഇവർക്ക് കാര്യങ്ങളെ ഭയങ്കര ഡീപ്പായിട്ട് കാണാനും മനസ്സിലാക്കാനും കഴിവുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിലും വലിയ ഇമോഷണലായിരിക്കും ഇവർ. പക്ഷേ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഇവിടെ ഉള്ളിൽ നടക്കുന്നത് അത്രയും കോംപ്ലക്സ് ആയ കാര്യങ്ങളായതുകൊണ്ട് അതെങ്ങനെ മറ്റുള്ളവരോട് പറഞ്ഞു മനസ്സിലാക്കുക എന്ന കാര്യത്തിൽ ഇവർക്ക് വലിയ പിടി കാണില്ല. അതുകൊണ്ട് പലരും വിചാരിക്കും, ഇവരെന്ത് എത്ര ജാടാം, അല്ലെങ്കിൽ ഇവ എപ്പോഴും ഏതോ ലോകത്താണല്ലോ എന്ന്. സത്യത്തിൽ അവരൊരു വേറെ ലെവൽ ജീവിതം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്, ആഴത്തിലുള്ള ചിന്തകളും വലിയ സ്വപ്നങ്ങളും ഉള്ളവർ. ഇനി പറയാൻ പോകുന്ന ടൈപ്പ് ആളുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആങ്ഷ്യസ് ഇൻട്രോവേർട്ട് അഥവാ ഉത്കണ്ഠാകുലരായ ഇൻട്രോവേർട്ട് എന്നൊക്കെ പറയാം. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇപ്പോൾ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഓർത്ത് വെറുതെ ടെൻഷൻ അടിക്കാം. ഉദാഹരണത്തിന്, അയ്യോ ഞാൻ എന്തിനാണ് അവരോട് അങ്ങനെ പറഞ്ഞത്, ഞാൻ കുറച്ചുകൂടി നന്നായി സംസാരിക്കാമായിരുന്നു, അത്ര ഇതായിട്ട് പറയേണ്ടില്ലായിരുന്നു, അവരെന്നെക്കുറിച്ച് എന്ത് വിചാരിച്ചിട്ടുണ്ടാവും, ഇങ്ങനെയൊക്കെ ആലോചിച്ച് തല പോയിക്കാറുണ്ടോ? എങ്കിൽ വെൽക്കം ടു ദി ക്ലബ്ബ്. നിങ്ങൾ ഈ കൂട്ടത്തിൽപ്പെട്ട ഒരാളായിരിക്കും. ഇവർക്ക് പുതിയ ആളുകളെ കാണുന്നതും ഒരു സദസ്സിൽ സംസാരിക്കുന്നതും എന്തിനും സിമ്പിളായ ഒരു കാര്യം പോലും മറ്റൊരാൾ ചോദിക്കാൻ പോലും ചെറിയൊരു പേടിയോ അല്ലെങ്കിൽ വെപ്രാളൊക്കെ ഉണ്ടാകും. ആ പരിപാടി കഴിഞ്ഞു വന്നാലും ഇവരുടെ മൈൻഡ് അതൊക്കെ ഇരുന്നിങ്ങനെ അനലൈസ് ചെയ്തുകൊണ്ടിരിക്കും. പക്ഷേ ഇവിടെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻട്രോവേർട്ട് ആയിരിക്കുക എന്നതും സോഷ്യൽ ആങ്സൈറ്റി എന്ന അസുഖവും രണ്ടാണ്. ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ വിറയ്ക്കുകയോ അല്ലെങ്കിൽ നെഞ്ചിരിപ്പ് കൂടുകയോ അല്ലെങ്കിൽ പേടി കാരണം പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയൊക്കെ ഉണ്ടാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേറൊരു സ്വഭാവമല്ല. അതിന് പ്രൊഫഷണലായ സഹായം തേടേണ്ടത് അത്യാവശ്യമാണ്. കാരണം ഇൻട്രോവേർഷൻ എന്നത് നിങ്ങളുടെ പേഴ്സണാലിറ്റിയാണ്, പക്ഷേ ആങ്സൈറ്റി എന്നത് ചികിത്സിച്ച് മാറ്റേണ്ടതാണ്. ഇനി നമ്മുടെ ലിസ്റ്റിലെ ലാസ്റ്റ് ബട്ട് നോട്ട് ലീസ്റ്റ് റെസ്ട്രെയിൻഡ് ഇൻട്രോവേർട്ട്. നമ്മുടെയൊക്കെ ചുറ്റുമുള്ള പാവം
മിണ്ടാപ്പൂച്ച ടൈപ്പ് ആൾക്കാരാണ് ഇവർ. എപ്പോഴും ഭയങ്കര ശാന്തരായിരിക്കും. വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുന്നതൊന്നും ഇവർക്ക് ഇഷ്ടമല്ല. ഇവർക്കൊരു കാര്യത്തിലും വലിയ ധൃതിയില്ല. പ്രത്യേകിച്ച് പെട്ടെന്ന് ഒരു പരിപാടിക്ക് അവർ വിളിക്കരുത്. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ പോയിട്ട് നമുക്കൊന്ന് ടൗണിൽ പോകാലോ ഇപ്പോൾ എന്ന് ചോദിച്ചാൽ പുള്ളി ഒന്ന് നടുങ്ങും, ഞെട്ടും. അയ്യോ എനിക്കിപ്പോൾ വരാൻ പറ്റില്ല എന്നായിരിക്കും മറുപടി. പക്ഷേ നിങ്ങളിത് നേരത്തെ പറയുകയാണെങ്കിലോ, നാളെ നമുക്കൊന്ന് കറങ്ങാൻ പോകട്ടോ എന്ന് പറഞ്ഞാൽ പുള്ളി പതുക്കെ മൈൻഡ് സെറ്റാക്കും. അപ്പോൾ പുള്ളി ഹാപ്പി ആയിട്ട് നിങ്ങളുടെ കൂടെ വരും. ഇവർക്ക് ഇവരുടെ കംഫർട്ട് സോൺ വിട്ടു വരാൻ കുറച്ച് സമയം വേണം. ആരെങ്കിലും നിർബന്ധിക്കുന്ന ഇവർക്ക് അലർജിയാണ്. ഇവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പരിപാടി എന്താണെന്നറിയോ? സമാധാനമായി വീട്ടിലിരിക്കുക, ഇഷ്ടപ്പെട്ട സിനിമയോ സീരീസോ എന്താ വെച്ചാൽ കാണുക, അല്ലെങ്കിൽ വെറുതെ എടുത്ത് റിലാക്സ് ചെയ്തിരിക്കുക. ആരും ശല്യം ചെയ്യാനില്ലാത്ത ആ ഒരു സമാധാനം, അതാണ് ഇവരുടെ സ്വർഗം. അവർ അവരുടേതായ ഒരു സ്പീഡിലാണ് സഞ്ചരിക്കുന്നത്. ആ സ്പീഡിലാണ് അവർ ഏറ്റവും കംഫർട്ടബിൾ ആയിരിക്കുന്നത്. അപ്പോൾ കാര്യങ്ങളൊക്കെ കേട്ടല്ലോ. ഇനി പറയൂ, ഇതിൽ ഏത് ടൈപ്പാണ് നിങ്ങൾ? ആ കട്ട ചങ്സിൻ്റെ കൂടെ മാത്രം വായാടിയാവുന്ന സോഷ്യൽ ഇൻട്രോവേർട്ടാണോ? അതോ എപ്പോഴും സ്വന്തം തലയ്ക്കുള്ളിൽ സയൻസ് ഫിക്ഷൻ സിനിമ ഓടിക്കുന്ന തിങ്കിങ് ടൈപ്പോ? അതും അല്ലെങ്കിൽ രാത്രി കിടക്കുമ്പോൾ അയ്യോ ഞാനത് പറയണ്ടായിരുന്നു എന്നോർത്ത് വെറുതെ ടെൻഷൻ അടിക്കുന്ന ആ ഒരു ആങ്ഷ്യസ് ഇൻട്രോവേർട്ടാണോ? ഇനി അതൊന്നുമല്ല, എന്നെ ആരും ചലഞ്ച് ചെയ്യേണ്ട, ഞാൻ എൻ്റെ പാട്ടിന് പൊക്കോളാം എന്ന് പറയുന്ന ആ ശാന്തനായ റെസ്ട്രെയിൻ ടൈപ്പാണോ? ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നും, അല്ല എനിക്കിതിൽ 3-4 സ്വഭാവം ഉണ്ടല്ലോ എന്ന്. അത് സ്വാഭാവികമാണ്. കാരണം മനുഷ്യരുടെ സ്വഭാവം എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ പെട്ടിയിലൊന്നും ഒതുക്കാൻ പറ്റുന്ന ഒന്നല്ല. അതൊരു വലിയ കടൽ പോലെയാണ്. ഓരോരുത്തരിലും ഇതിൻ്റെയൊക്കെ ഓരോ മിശ്രിതം ഉണ്ടാവും. നമ്മളെ തന്നെ ഒന്ന് ശരിക്കും മനസ്സിലാക്കി തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ ഈ ലോകത്ത്. നമ്മൾ അംഗീകരിക്കാൻ ആദ്യം നമ്മൾ പഠിക്കണം. മറ്റുള്ളവർ മിണ്ടാപ്പൂച്ചെന്ന് വിളിക്കുമ്പോൾ സങ്കടപ്പെടേണ്ട. അതൊരു കുറവല്ല, അതൊരു പ്രത്യേകതരം പവറാണ്. പലരും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്, ഈ ലോകം ഡിസൈൻ ചെയ്തിരിക്കുന്നത് തന്നെ എക്സ്ട്രോവേർട്ടുകൾക്ക് വേണ്ടിയാണെന്നും അല്ലേ? എപ്പോഴും ബഹളം വെക്കുന്നവർക്കും സ്പീഡിൽ കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ഭയങ്കര ആക്റ്റീവായവർക്കും വേണ്ടിയുള്ള ഒരിടം. പക്ഷെ അതിനർത്ഥം ഇൻട്രോവേർട്ടുകൾക്ക് പവറില്ലെന്നാണോ? ഒരിക്കലുമല്ല. ശരിക്കും പറഞ്ഞാൽ ലോകത്തിൽ ഏറ്റവും ക്രിയേറ്റീവായവരും സ്വന്തം കാര്യങ്ങളിൽ നല്ല അറിവുള്ളവരും മറ്റുള്ളവരുടെ വികാരങ്ങൾ വേഗത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നവരൊക്കെ പലപ്പോഴും ഇൻട്രോവേർട്ടുകളാണ്. അവർക്കൊക്കെ പറയാനുള്ള കാര്യങ്ങൾ അവർ മറ്റൊരു രീതിയിൽ പ്രകടിപ്പിക്കുന്നുവെന്ന് മാത്രം. ആ നിശബ്ദതയിലും വലിയൊരു ശക്തിയുണ്ട്. ഇനി നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ കിട്ടുന്നൊരു കാര്യം പറയാം. വൺ ഓഫ് ദി മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദ വേൾഡ് എന്ന് പറയുന്ന ആപ്പിൾ കമ്പനിയുടെ സൃഷ്ടാവ് സ്റ്റീവ് ജോബ്സ്, പുള്ളിയും ഒരു ഇൻട്രോവേർട്ടായിരുന്നു പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? സ്റ്റീവ് ജോബ്സ് ഒരിക്കലും ഒരു മുറിയിലെ ഏറ്റവും കൂടുതൽ ബഹളം വയ്ക്കുന്ന ആളായിരുന്നില്ല. എപ്പോഴും ആളുകളുടെ ഇടയിൽ നടക്കാനോ വെറുതെ സംസാരിച്ചിരിക്കാനോ പുള്ളിക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു. പകരം പുള്ളി ഒരുപാട് സമയം ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെട്ടു. തനിയെ ഇരുന്ന് ചിന്തിക്കാനും കാര്യങ്ങൾ ആഴത്തിൽ പഠിക്കാനും സ്വന്തം ഐഡിയകളിൽ മാത്രം ഫോക്കസ് ചെയ്യാനുമാണ് പുള്ളി സമയം കണ്ടെത്തിയത്. ലോകം മൊത്തം ബഹളത്തിന് പുറകെ ഓടുമ്പോൾ പുള്ളി ഓടിയത് വ്യക്തതയ്ക്ക് വേണ്ടിയായിരുന്നു, ക്ലാരിറ്റിക്ക് വേണ്ടിയായിരുന്നു. ആ നിശബ്ദമായ ചിന്തകളിൽ നിന്നാണ് ലോകത്തിലെ ഏറ്റവും വിലപിടിപ്പുള്ള കമ്പനികളിലൊന്നായ ആപ്പിൾ ജനിച്ചത്. ഇതൊരു വലിയ പാടാണ്. ലോകത്തെ മാറ്റാൻ നിങ്ങൾ എപ്പോഴും ഉച്ചത്തിൽ സംസാരിക്കണമെന്നില്ല. ചിലപ്പോൾ ലോകത്തെ മാറ്റിമറിക്കാൻ ശാന്തമായൊരു മനസ്സും അതിശക്തമായ കുറച്ച് ഐഡിയകളും മാത്രം മതി. അത് നിശബ്ദതയിലാണെങ്കിലും വലിയ മാറ്റങ്ങളുണ്ടാക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക. നിങ്ങളെപ്പറ്റി അല്ലെങ്കിൽ നിങ്ങളുടെ വേണ്ടപ്പെട്ടവരെ പറ്റി കൂടുതൽ മനസ്സിലാക്കാൻ ഈ വീഡിയോ സഹായിച്ചെന്ന് തോന്നുന്നുണ്ടെങ്കിൽ താഴെ എസ് എന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങളിതിൽ ഏത് ടൈപ്പാണെന്നാണ് നിങ്ങൾക്ക് തോന്നിയത്? കമൻ്റായിട്ട് പറയുക. വീഡിയോ കേൾക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ വ്യക്തിയുമായി വീഡിയോ ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിൽ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.